ഗ്രാമറിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ടെൻസ്. ടെൻസിൽ വരുത്തുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമ്മൾ എഴുതുന്ന സെൻറ്റൻസിൻ്റെ മീനിങ് വളരെ ഡിഫറെൻ്റ് ആക്കി കളയും. സോ ടെൻസ് വളരെ പ്രോപ്പറായിട്ടും അപ്രോപ്രിയേറ്റുമായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ OET റൈറ്റിങ്ങിൽ മേടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മെയിനായിട്ട് 3 ടെൻസുകളാണുള്ളത്: പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ടെൻസുകൾ യൂസ് ചെയ്യുന്നത് ടൈം റെഫറൻസ് കാണിക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ ഓൺ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, ഐ എം ഗ്രേസ് ഓഷ്യൻ ജോൺ, ആൻ OET ട്രെയിനർ ഫ്രം IILT. ഇന്ന് നമുക്ക് പ്രസൻറ്റ് ടെൻസ് എങ്ങനെയാണ് നമ്മുടെ OET ലെറ്ററിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് പ്രസൻറ്റ് ടെൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് 4 സബ് കാറ്റഗറീസ് കാണാം: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ തന്നെ ആദ്യത്തെ 3 വൈഡായിട്ട് നമ്മൾ നമ്മുടെ OET ലെറ്റർ റൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ഏത് സാഹചര്യത്തിലാണ് ഈ ടെൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ മിസ്റ്റേക്ക് കൂടാതെ ഇത് നമുക്ക് എഴുതാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ സീ ഹൗ വി ക്യാൻ യൂസ് സിമ്പിൾ പ്രസൻറ്റ് ഇഫക്റ്റീവ്ലി. സിമ്പിൾ പ്രസൻറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റി ഇതൊക്കെ പറയുന്ന സ്ഥലത്താണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് റെപ്രസെൻറ്റ് ചെയ്യാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ലെറ്റ് us see some example. He lives with his wife. അയാളുടെ ഭാര്യയോടൊപ്പമാണ് ജീവിക്കുന്നത്. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ പ്രസൻറ്റ്. അനദർ വൺ ഈസ് ഹി ഡ്രിങ്ക്സ് ആൽക്കഹോൾ, ഹി ഡ്രിങ്ക്സ്, ഹി സ്മോക്സ്. ഇതെല്ലാം പറയുന്നത് ഒരു പേഴ്സൻ്റെ ഹാബിറ്റാണ്. സോ ഹാബിച്വൽ ആക്ഷൻസ് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. പലവരും ഹി ഹാവ് എ ഹാബിറ്റ് ഓഫ് യൂസിങ് ആൽക്കഹോൾ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ബിക്കോസ് ഹാബിച്വൽ ആക്ഷൻസ് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. നെക്സ്റ്റ് വൺ, ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഹി വാക്സ് ഡെയിലി. സോ അദ്ദേഹം എന്നും നടക്കുന്നു, അല്ലേ? സോ അതൊരു റുട്ടീൻ ആക്ടിവിറ്റിയാണ്, നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് OET ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജ്. സോ വെൻ യു റൈറ്റ് ഇറ്റ്, യു ക്യാൻ യൂസ് ദ സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ സിംഗുലർ വേർബ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ എസ് ആഡ് ചെയ്യാതെ പറയാം. ഒരു എക്സാമ്പിൾ, ഹി ഡ്രിങ്ക്സ് ആൽക്കഹോൾ. സോ അവിടെ നമ്മൾ സിംഗുലർ വേർബാണ്, സോ എസ് ആഡ് ചെയ്തു. ബിക്കോസ് സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഹി സിംഗുലർ ആണ്, വേർബ് നമ്മൾ സിംഗുലർ ആക്കി എസ് ആഡ് ചെയ്തു, ഹി ഡ്രിങ്ക്സ് ആൽക്കഹോൾ. പക്ഷേ ഇപ്പം ഇനി അതൊരു പ്ലൂറലാണ് എന്ന് വിചാരിച്ചോ, അതെങ്ങനെ നമുക്ക് പറയാം? പ്ലൂറൽ ആണ് എങ്കിൽ ദേ ഡ്രിങ്ക് ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ വാക്കിൽ തന്നെയുണ്ട് സംതിങ് ദാറ്റ് കണ്ടിന്യൂസ്, അല്ലേ? അപ്പം ഓൺഗോയിങ് ആക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് റിക്കവറിങ് ഫ്രം ന്യൂമോണിയ. ഈസ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട് ഇറ്റ് കംപ്ലീറ്റഡ് ബട്ട് സ്റ്റാർട്ടഡ്. അപ്പം നമ്മുടെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ ഓൺഗോയിങ് പ്രോസസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസ് റിക്കവറിങ് അല്ലെങ്കിൽ ഈസ് പ്ലസ് ING ഫോമിൽ അല്ലെങ്കിൽ R+ING ഫോമിൽ എഴുതാവുന്നതാണ്. സോ ING ഫോമിൽ വരുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഹി ഈസ് റിക്കവറിങ്, ഹി ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ്. സോ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആക്ഷൻ, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഹി ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് ഫോമായി, ഹി ഈസ് റിക്കവറിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ആക്റ്റീവ് ഫോമാണ്. സോ ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ യൂഷ്വലി OET ലെറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണിത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണെന്ന്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഹാസ് ബീൻ. ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഡയബറ്റീസ്, ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഡിപ്രഷൻ. ഇതെല്ലാം ഹാസ് ബീൻ വെച്ച് നമ്മൾ പറയുന്നു. അതായത് കുറച്ച് നാൾ മുൻപ് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, ഇപ്പോഴും നമ്മുടെ പേഷ്യൻറ്റിന് ഈ അസുഖമുണ്ട്. സോ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റി സ്റ്റിൽ നൗ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ അതിന് ഒരു റെലവൻസ് ഉണ്ട് എങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമുക്ക് പറയേണ്ടത്. സോ പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആക്ടിവിറ്റി പ്രസൻറ്റിലും അതിനൊരു റെലവൻസ് ഉണ്ട് എങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം. അതിനും ആക്റ്റീവ് ഫോമും ഉണ്ട്, പാസീവ് ഫോമും ഉണ്ട്. ആക്റ്റീവ് ഫോമിലാണെങ്കിൽ ഹി ഹാസ് റിക്കവേർഡ് എന്ന് പറയാം, ഹാസ് പ്ലസ് ED ചേർത്ത്. ഇനി പാസീവ് ഫോമിലാണ് പറയേണ്ടതെങ്കിൽ ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഡയബറ്റീസ്, വിച്ച് മീൻസ് പേഷ്യൻറ്റിന് കുറച്ച് നാൾ മുൻപ് ഡയബറ്റീസ് തുടങ്ങി, ഇപ്പോഴും ആ അസുഖമുണ്ട്. I hope that is clear. So present tense വളരെ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ അതിൻ്റെ അർത്ഥം മാറ്റിക്കളയും. ഫോർ എക്സാമ്പിൾ,
ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ, അതിന് പകരം ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ എന്ന് നമ്മൾ പറഞ്ഞു. അർത്ഥം മാറിപ്പോയി, പേഷ്യൻ്റ് ഇപ്പം അസുഖമില്ല എന്നായിപ്പോയി. സോ നമ്മൾ റെഫർ ചെയ്യുമ്പം ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ, പേഷ്യൻ്റ് ഫർദർ കെയർ വേണം എന്ന് ചോദിക്കുമ്പോൾ അസുഖമില്ലാത്ത ഒരാൾക്ക് എന്ത് ഫർദർ കെയർ ആണ് ഡോക്ടർ കൊടുക്കേണ്ടത്? സോ അർത്ഥം മാറിപ്പോയി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട്, കണ്ടൻറ്റിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു പോകും. സോ എഴുതുമ്പം വളരെ ശ്രദ്ധിച്ച് ടെൻസുകൾ കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പ്രസൻറ്റ് ടെൻസിൽ തന്നെ അപ്പോൾ നമ്മൾ കണ്ടതിൽ 4 ടെൻസുകളിൽ മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് 3 ടെൻസുകൾ: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. താങ്ക് യു. IILT, it's my cup of tea.